എന്താ നിലച്ചു അത്? ആ ഫോണും കൈവച്ചോണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ ചുറ്റുള്ള ഒന്നും കാണത്തില്ലല്ലോ. അമ്മമ്മയാണ് ഞാൻ വിചാരിച്ച അലക്കാനുള്ള തുണി ഇട്ടേക്കണേ ആയിരിക്കും. എന്നാണ് പൊതച്ചു കൂടിയൊക്കെ ഇരിക്കണേ. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നി അതുകൊണ്ടിരുന്നു. എന്തു പറ്റി? വയ്യേ? പനിയുണ്ടോ? എന്റെ കൊച്ചങ്ങനെ മാറി ഇരിക്ക്. ഒന്നാമത് ഭയങ്കര ചൂടാണ്. അമ്മൂമ്മയ്ക്ക് എന്താണ് പ്രശ്നം? പൊതച്ചു കൂടിയിരിക്കണ എന്താ? ഈ ചൂടത്ത് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുവോ? ആരും ഇരിക്കത്തില്ല, ഞാനിരിക്കും. നിനക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ആ മാവിന്റെ മൂട്ടിലോ അല്ലെങ്കിൽ ആ ഊഞ്ഞാലിലോ എവിടെങ്കിലും പോയിരുന്നു ചെയ്തു പോ. അത് ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു ചെയ്തോളാം. അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാം അമ്മൂമ്മ. അല്ലെങ്കിൽ ആ ബാസ്യങ്ങൾ തന്നെ വന്നപ്പോ അമ്മൂമ്മ കിടക്കണോണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു? അല്ല ലച്ചു, നിനക്കെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ നിന്റെ ജോലി നോക്കി പോ. ലച്ചു, നീ ഇപ്പൊ എന്റെ കൊച്ചിനെന്തേലും പറഞ്ഞോ? കൊച്ചിനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ കൊച്ചിനെന്ത് പറഞ്ഞ പോലെ ഞാൻ കേട്ടല്ലോ. ഇല്ലല്ലോ. എന്തുവാ ലച്ചു നിന്റെ പ്രശ്നം? ഏത് നേരെ കൊച്ചിനെ ചുമ്മാ ചൊറങ്ങോണ്ട് നടക്കുക? ഞാൻ കൊച്ചിനെ ചൊറിഞ്ഞതല്ല, ഞാൻ അമ്മൂമ്മേടെ അടുത്ത് കാര്യം ചോദിച്ചതാണ്. കുറെ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം. ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ആങ്ങി തൂങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ പുതച്ചു മൂടിയിരിക്കും. എന്നാ കാര്യം ചോദിച്ചാ പറയണ്ടേ, വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. ജനലിൽ കൂടെ തൂക്കി ഒറ്റ ഇതാ ഞാൻ പറഞ്ഞേ ഏത് നേരം കൊച്ചിന്റെ പുറകെയാണ്. അത് മാത്രല്ല അമ്മൂമ്മ, ഞാൻ കുറച്ച് ശ്രദ്ധിച്ചായിരുന്നു. അമ്മൂമ്മയ്ക്ക് എന്തോ വയ്യായ്മ പോലെ. എന്തെങ്കിലും ഉണ്ടെ പറയണം കേട്ടോ. ഒന്നുമില്ല മോനെ, മനസ്സിന് എന്തോ ഒരു വിഷമം. പിന്നെ ഇന്നലെ മുതല് പടവലത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവാങ്ങ്. മനസ്സിന് വിഷമോ? എന്നാ ആശുപത്രിയിൽ പോവാം, എന്നിട്ടൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. ഓ തുടങ്ങി. മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും ബോഡി ചെക്കപ്പ് നടത്തണോ? നിനക്ക് എന്താ ലച്ചു കുഴപ്പം? അമ്മൂമ്മ പറ, എന്റെ അമ്മൂമ്മക്ക് എന്താണ് വിഷമം? അപ്പൊ പറയും. അമ്മൂമ്മയെ കൊണ്ട് നമ്മളെല്ലാരും കൂടെ പടലത്ത് പോയി കഴിഞ്ഞാൽ അമ്മൂടെ വിഷമം എല്ലാം പടലത്ത് പോയി അതേപോലെ നല്ല രസമൊക്കെ ആയിരിക്കും. അമ്മൂമ്മ പറഞ്ഞാ പോവാ. മക്കളെ, പടവലത്ത് പോയാലേ പഴയ ഒരുപാട് കാര്യങ്ങൾ അമ്മൂമ്മ ഇങ്ങനെ ഓർക്കും. അപ്പൂപ്പൻ ജീവിച്ചിരിക്കുമ്പോ പറയുമായിരുന്നു, എന്റെ കാലശേഷം നീ ആരെയും ആശ്രയിക്കാതെയും ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ജീവിക്കണമെന്ന്. അതെന്താ അമ്മൂമ്മ അങ്ങനെ ഒരു വർത്തമാനം? അമ്മൂമ്മ ആരെ ആശ്രയിക്കാതെ തന്നെയല്ലേ ജീവിക്കുന്നേ? നമ്മുടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ പോലും വാങ്ങുന്നുമില്ല. പടവലത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അമ്മൂമ്മയുടെ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെന്താ? അതിന്റെ ചെറിയൊരു അഹങ്കാരം ഉണ്ട്, അത് ഒഴിച്ച് ബാക്കിയല്ലോ. ലച്ചു, നിനക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി ചുമ്മാ ഇവിടെ നലമുണ്ടാക്കാ. ചേച്ചി അടുക്കളോട്ട് പോയേ. ചെല്ലി അടുക്കളയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് വെച്ചിട്ടുണ്ടാക്കി തരാനാ? എന്റെ പൊന്നിടാവേ, താ എന്തായാലും ചെയ്യടോ. ചേട്ടാ എന്തല്ലേ ഇത്? ബാസ്യങ്ങൾ വിളിക്കുന്നു. എടുത്തു. ഹലോ ബാസ്യങ്ങളെ. ആ നമ്പർ ഇല്ലെന്ന് ഞാൻ നേരത്തെ കള്ളം പറഞ്ഞതാ. ആ പറ. എന്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നോണ്ട് ഉറപ്പ് ഇരിപ്പുറങ്ങില്ലേ? എന്നാ പറ്റേ കാര്യം ചെയ്യ്, ആ തുണിയെല്ലാം കെട്ടിപ്പിടിച്ചിരി. ഓ അമ്മൂമ്മ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ അമ്മൂമ്മ എന്തിനാ വായിക്കുറേ? അമ്മൂമ്മയാണ് നമ്മളെ പറയണത്. ചേച്ചി പോവാസ്യങ്ങൾ എടുക്കും. ഓ ഞാൻ കൊടുക്കാം. അമ്മൂമ്മ ഇരിക്കട്ടെ. ബാസ്യങ്ങള് എന്താടാ ഭാസി? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. മനസ്സിന് എന്തോ ഒരു വിഷമം, ഒറ്റപ്പെടലോ? അങ്ങനെ ചോദിച്ചാ ഇല്ലാതില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്, ഒറ്റപ്പെടലും ഉണ്ട്. എന്നാ ശരി, എന്നാ വെക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാ ശരി. ബാസ്യങ്ങൾ എന്താടാ പറഞ്ഞേ? ബാസ്യങ്ങൾ പറഞ്ഞ നമ്മൾ അമ്മൂമ്മയെ നോക്കണമെന്ന്. സൂപ്പർ. അത് ബാസ്യങ്ങൾ പറഞ്ഞിട്ട് വേണല്ലോ നമ്മളത് ചെയ്യാൻ. അത് മാത്രല്ല, നമ്മൾ അമ്മൂമ്മയെ വഴക്ക് പറയരുതെന്നും പറഞ്ഞു. നമ്മളെന്തിനാ അമ്മൂമ്മനെ വഴക്ക് പറയാൻ ആവശ്യമില്ലാണ്ട്? എനിക്കങ്ങനെ അറിയാം. നല്ല രസമുണ്ട്. നീ ഈ കാര്യം ബാസ്യങ്ങൾ ആരൊക്കെ വിളിച്ച് പറയോ എന്തോ. എനിക്കത് പറയാൻ പോണെന്നാന്നറിയോ? നമ്മൾ ആരും അമ്മൂമ്മനെ നോക്കുന്നില്ല, പട്ടിണിക്കിട്ടേക്കാണ്, അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഒറ്റപ്പെടലാണെന്ന്. എന്തെങ്കിലും കാണിക്കും മാറും.
എന്റെ ലച്ചു ഞാൻ സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരിക്കാൻ നീ സമ്മതിക്കത്തില്ല. ആ അമ്മൂമ്മ അവിടെ എവിടെയെങ്കിലും ഇരുന്നോ. വല്ലാത്തൊരു അമ്മ അല്ല അമ്മൂമ്മ. അയ്യോ അങ്ങനൊന്നും പറയാൻ പാടില്ല. ഒന്ന് പറഞ്ഞൂടാ അമ്മേ കേട്ടോ. വാവോ എന്റെ കുഞ്ഞു വാവോ, എന്റെ കുഞ്ഞു വാവോ. കനകം ആ എവിടാ? ரொம்ப அழகா ட்ரெஸ் செஞ்சிருக்கீங்களே அம்மா. எங்க போறீங்க? ഞാനേ ഒന്ന് പടവലത്ത് പോയി അവിടെയുള്ള ബന്ധുക്കളെ ഒന്ന് കണ്ടിട്ട് വരാം. ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് പറയണം ഇവിടെ കൊച്ചുമക്കൾ എല്ലാരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി ഇവിടെ ഭയങ്കര ഒറ്റപ്പെടുത്തലാന്നൊക്കെ. നിനക്ക് എന്താ ലച്ചു കുഴപ്പം? ഞാനും വരട്ടെ പടവലത്ത്, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് അടിച്ചു പൊളിക്കാൻ നിന്റെ കൂടെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. എന്തോ അമ്മൂമ്മേ, ഒന്നില്ലെങ്കിൽ നമ്മൾ നല്ല ജോഡിയല്ലേ. ഭയങ്കര ജോഡിയാ, വേണ്ട. ഭയങ്കര ജോഡിയാ, രണ്ടും കൂടെ പോയി ഓർമ്മ തിരിച്ചു വരും. ഞങ്ങള് വേട്ടെ അമ്മൂമ്മ പടവലത്തേക്ക്. വേണ്ട, അമ്മൂമ്മ ഒറ്റയ്ക്ക് പൊക്കോളാം. ഒറ്റപ്പെടല് ഒറ്റയ്ക്ക് തന്നെ നേരിടണം. അതെന്തുവാ? അതങ്ങനെയാ. അമ്മൂമ്മ ഇറങ്ങാറായോ? ആ. എങ്കിൽ പിന്നെ അമ്മൂമ്മക്ക് ഞാൻ ഒരു ടാക്സി വിളിച്ചു തരട്ടെ. ആ ടാക്സിക്ക് പോയിട്ട് അതേ ടാക്സിക്ക് തന്നെ അമ്മൂമ്മ തിരിച്ചു കൊണ്ടുപോവാ. കണ്ടോ, നിങ്ങൾക്ക് ആർക്കും ഇത് പറയാൻ തോന്നിയില്ലല്ലോ. എന്റെ സിദ്ധുമോനുള്ള സ്നേഹം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നോട്. என்னம்மா அப்படி ஒரு பேச்சு? நீங்க 2 நாள் உடம்பு முடியாத மாதிரி இருந்தப்போ எங்களுக்கு எவ்வளவு மனசு வருத்தம் தெரியுமா? இப்ப நீங்க அழகா ட்ரெஸ் பண்ணினப்பதான் எனக்கே மனசுக்கு நிம்மதி. അമ്മൂമ്മ, അമ്മൂമ്മക്ക് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ഹലോ, ബാം കളിക്കാം. ബാ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഞാൻ പേഴ്സ് എടുത്തില്ല. ഇങ്ങോട്ട് മാറി. പോയി